സാറേ. എടോ ഇത് ഇന്നലെ ഒപ്പിട്ടതല്ലേ? സാറേ അത് പ്രൈമറി ആയിരുന്നു, ഇത് സെക്കൻഡറിയാ. ഓ സാറേ. എടോ ഇത് ശരിയായിട്ടില്ല, താൻ പോയിട്ട് നാളെ വാ. സാറേ കുറച്ച് ദിവസമായി സാറേ, അത് ഒന്ന് സഹായിക്കും സാറേ. അതിന് എടോ ചോദിക്കുമ്പോ എടുത്തു തരാനേ, ഇത് പലചരക്കടയല്ല, സർക്കാർ സ്ഥാപനമാ. ഇവിടെ ഓരോന്നിനും അതിന്റെ നിയമമുണ്ട്, മനസ്സിലായോ? അതാൻ പോയിട്ട് നാളെ വാ. രാവിലെ ഓരോന്ന് കുറ്റം പറിച്ചോണ്ട് വരും. സാറേ അത് ശരിയായിരിക്കുമെന്നേ നമുക്ക് കൊടുത്തുകൂടായി സാറേ, ഒരു പാവം ചെയ്യും. ഡോ താനേ തന്റെ പണി നോക്കിയാൽ മതി. ഈ ബാക്കി സാറന്മാരെ പഠിപ്പിക്കുന്ന പോലെ എന്റെ അടുക്കലോട്ട് എടുക്കല്ലേ. പിയൂന്റെ നിലയ്ക്ക് എന്നാ മതി. ആ പോ. പൊന്നപ്പട്ടി തെണ്ടി നോറി എച്ചിയാലവനാതി. എൻ്റെ കാര്യം ഇന്നും നടന്നില്ല അല്ലേ? ഇല്ല സാറേ, ഈ സർട്ടിഫിക്കറ്റോടെ കിട്ടിയാലേ ആ ലോണിന്റെ അവസാനത്തെ ഗഡു നടക്കത്തുള്ളൂ. ഇതൊരു വല്ലാത്ത വലപ്പായി പോയി സാറേ. താനിങ്ങ് വന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈടോ അയാളൊരു ചൊറിയ അല്ലേ, തൻ്റെ കാര്യം എപ്പോഴേ നടന്നു പോയാൽ. ഇതിപ്പോൾ എത്ര ദിവസമായി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്? ഇന്നോടെ കൂട്ടി 30ാമത്തെ ദിവസമാണ് സാറേ. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് അല്ലേ? അതെ സാറേ. ഇടോ 15 ദിവസം കൊണ്ട് തരേണ്ട സാധനത്തിനാ തന്നെ ഇട്ട് ഈ കറക്കുന്നത്. ഇനിയൊരു വഴിയേ ഉള്ളൂ. തനിക്ക് പിടിപാടുള്ളവരോ വല്ലതും പരിചയമുണ്ടോ? ഒന്നുകിൽ അവരെ കൊണ്ട് വന്ന് പറയിപ്പിക്കണം, ഇല്ലെങ്കിൽ താൻ കാശിറക്കേണ്ടി വരും. എടോ നമ്മൾ സാധാരണക്കാരെ സർക്കാർ ഓഫീസിലിട്ട് വട്ടം കിടക്കുന്ന ചില സൈക്കോ സർക്കാർ ഉദ്യോഗസ്ഥരില്ലേ, ആ സൈസാ ഇയാൾ. എടോ ലാസ്റ്റ് ഗ്രേഡായ എന്നെ വെറുതെ വിടുന്നില്ല, പിന്നെ തന്നെ വെറുതെ വിടുന്നു. ഞാൻ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും. നമസ്കാരം സാറേ. നമസ്കാരം. എന്തായിരുന്നു? കുറച്ചു നാൾ മുമ്പ് ഒരു അപേക്ഷ വന്നായിരുന്നു, അതെന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഓക്കെ സാറേ എൻ്റെ കാര്യം. എടോ താൻ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ സംസാരിച്ചുകൊണ്ടെങ്കിൽ തന്നെ കണ്ടൂടെ? തൻ്റെ ശരിയായിട്ടില്ല, ആകുമ്പോ പറയാം. നാളെ വാ. എന്തോ ചെയ്യാനാ, ഒന്ന് പോയിത്താടോ. രാവിലെ മൂട് കളയാനായിട്ട്. പേരെന്തായിരുന്നു? സുബേർ. ആ. അമ്പലപ്പടിയിറ്റതിൽ കുരിശുമൂട്, കരുനാഗപ്പള്ളി. ആ ഇത് ശരിയായിരിക്കുവാണല്ലോ. ഒരു മിനിറ്റേ. ദാ സുബേറെ, ഞെട്ടണ്ട സാറേ, ഇത് സുബേറിന്റെ തന്നെയാ. എത്ര ദിവസമായി സാറേ ഇയാൾ ഇതിനു വേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്? അല്ല, അന്നേരം അത് ശരിയായിട്ടില്ലായിരുന്നു. ഇപ്പൊ പിന്നെ എങ്ങനെ ശരിയായി? എന്റെ പിടിപാട്, എന്റെ ഈ വേഷം, കഷ്ടം തന്നെ സാറേ. നിങ്ങളെപ്പോലെ കുറച്ചു പേരുണ്ട് സർക്കാർ ഓഫീസുകളിൽ. പിടിപാടുള്ളവരെയും പണക്കാരെയും കണ്ടു കഴിഞ്ഞാൽ ഓശാനിച്ച് നിന്ന് എന്തും സാധിച്ചു കൊടുക്കും. പാവപ്പെട്ടവരെയും കൂലിപ്പണിക്കാരെയും കണ്ടാൽ നിങ്ങൾ കൈത്തം. ഇതിനു വേണ്ടി നടന്നിട്ട് എത്ര ദിവസമായി ഇയാൾ ജോലിക്ക് പോയിട്ട് നിങ്ങൾക്കറിയാവോ? ഇയാളുടെ വീട് കഴിയുന്ന എങ്ങനെ നിങ്ങൾക്കറിയാവോ? ഇവരോടൊക്കെ ഇങ്ങനെ പെരുമാറുമ്പോൾ സാറിന് എന്ത് മനസ്സുഖം സാറേ കിട്ടുന്നത്? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പേര് ശിവപ്രസാദ്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനുമല്ല, ഒരു പിടിപാടുള്ളവനുമല്ല. സാറ് പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ളവരെ പരിഗണിക്കൂ എന്നറിഞ്ഞപ്പം ഞാൻ എൻ്റെ പെങ്ങടെ മോടെ കല്യാണത്തിന് വെച്ചിരുന്ന ഉടുപ്പും മുണ്ട് എടുത്തുകൊണ്ട് വന്നതാ, സ്പ്രേ അടിച്ച്. ഞാനും ഈ സുബേറുവേ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാ. ഇവനെന്തെങ്കിലും ആവശ്യം വന്നാൽ പിന്നെ ഞാൻ കൂടെ ഇരിക്കണ്ടേ സാറേ? വാടാ നമുക്ക് പോവാം. അളിയ ഒരു മിനിറ്റേ സാറേ. ഇതുപോലുള്ള ആവശ്യമായിട്ട് സാറിൻ്റെ മുന്നിൽ വരുന്നവരെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ കാണാതെ അവരെ മനുഷ്യരായിട്ട് കാണും സാറേ. പുണ്യം കിട്ടും. വാളിയ ഓ.